വളരെ പ്രത്യേകതയുള്ള ഈ സ്ഥലത്ത് എന്തേ വരാൻ താമസിച്ചത് ഞാൻ ആലോചിക്കുന്നു. ഇത്ര പ്രത്യേകതയുള്ള സ്ഥലം ഞാൻ എങ്ങനെ മിസ്സായെന്നാണ് ആലോചിക്കുന്നത്. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് ഞാൻ പോകുന്നത് കൊച്ചിയിലെ ചെറായിലുള്ള ഒരു സൂപ്പർ ഡൂപ്പർ റിസോർട്ടിലേക്കാണ്. ഈ റിസോർട്ടിൻ്റെ പേര് മാളിയേക്കൽ ഹെറിറ്റൻസ് എന്നാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് 1000 സബ്സ്ക്രൈബേഴ്സാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും പോസ്റ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. എല്ലാവർക്കും റിപ്ലൈ തരും. ഈ റിസോർട്ട് വളരെയേറെ പ്രത്യേകത ഉള്ളൊരു റിസോർട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് കായലും മറ്റേ സൈഡ് കടലുമാണ്. അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡും കായലും കടലും നടുക്ക് ഈ റിസോർട്ടാണ്. ഇവരുടെ വേവ്സ് എന്ന റെസ്റ്റോറൻറ്റിൽ 2 പ്രാവശ്യം ഞാൻ വന്ന് 2 പ്രാവശ്യവും നല്ല അടിപൊളി ടേസ്റ്റി ഫുഡാണ് അവർ സെർവ് ചെയ്തത്. അതുപോലെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത നല്ല കാറ്റാണ്. അറബിക്കടലിൻ്റെ കാറ്റ് ഇങ്ങനെ വീശും, ഒരു സൈഡിൽ കൂടെ തിരമാലകൾ ഇങ്ങനെ അടിക്കും. അപ്പോൾ ഇപ്പുറത്തിരുന്ന് നമുക്ക് നല്ല ടേസ്റ്റി ഫുഡ് എൻജോയ് ചെയ്യാം. ആദ്യമേ തന്നെ വരട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. ചെറായിൽ ഈ ഹോട്ടലിനെ പറ്റി ഞാൻ കേട്ടപ്പോൾ ഒന്ന് വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നിടുന്നതാണ്. ഇതവരുടെ സോൾ എന്ന് പറഞ്ഞ ഒരു സ്പായാണ്. നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല നമ്മുടെ ഹെറിറ്റേജ് അല്ലെങ്കിൽ ട്രഡീഷണൽ ലുക്കിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ബാംബുവിൻ്റെ വുഡ്സൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ റിസോർട്ടിൽ വന്നത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം സ്പെൻഡ് ചെയ്തിട്ട് ഒന്ന് പോകാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ രാവിലെ വന്നപ്പോൾ എനിക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു റിസോർട്ടായിട്ട് എനിക്ക് തോന്നിയത്. റിലാക്സിങ് മെഡിറ്റേറ്റീവ് എൻവയറമെൻ്റ് ആയിരുന്നു ഈ റിസോർട്ടിൽ എനിക്ക് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ചുകൂടെ താമസിച്ച് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞു, പിന്നെ 2 മണിക്കൂറായി, ഇപ്പോൾ 3 മണിക്കൂറായി, 4 മണിക്കൂറായി. അങ്ങനെ ഞാൻ വൈകിട്ടാണ് പോയത് തിരിച്ച്. ഇത് അവരുടെ ഒരു വില്ലയാണ്. ഞാൻ വളരെ റെയറായിട്ട് കണ്ടിരിക്കുന്ന ഒരു വില്ലയാണ്. പ്രത്യേകതയുള്ള ഒരു വില്ലയാണ്. കാര്യം ഇതിനകത്തൊരു പ്രൈവറ്റ് പൂളുണ്ട്. സാധാരണ ഹോട്ടൽസിലൊക്കെ പ്രൈവറ്റ് പൂൾ എന്ന് പറയുന്നത് വില്ലയുടെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ വില്ലയുടെ റൂമിനകത്ത് ഒരിക്കലും ഞാനൊരു പ്രൈവറ്റ് പൂൾ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അനുഭവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ഈ റിസോർട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക് സൈഡിലുള്ള ഒരു ലേക്കുണ്ട്. ആ ലേക്കിൽ നമുക്ക് സെൽഫായിട്ട് ചവിട്ടി പോകാവുന്ന ഒരു ബോട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വള്ളമുണ്ട്. ആ വള്ളത്തിൽ സെർവ് ചെയ്യും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഇപ്പോഴത്തെ ഒരു ബാംബുവിൻ്റെ ഒരു ചെറിയൊരു ഹട്ട് പോലെ ഉണ്ട്, അതും ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. അതിനകത്ത് അവിടെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഈ റിസോർട്ടിൽ ഒറ്റയ്ക്ക് വരുന്നതിനെക്കാട്ടും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് ഒരു ദിവസം സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ 2 ദിവസം സ്റ്റേ ചെയ്ത് അങ്ങനെ അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാണിത്. ഒരു ക്യാമറ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. കാര്യം കുറേ സീനിക് സ്പോട്ടുകളുണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ. ഇത് അവരുടെ ഔട്ട്ഡോർ ലൈവ് കുക്കിംഗ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് കുറച്ച്
മഴയും വെയിലും ഒക്കെ ഉള്ള മിക്സ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ചില സമയങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ അത് ഡാർക്കായിട്ട് വരുന്നുണ്ട്, ചില സമയത്ത് മഴ വരുന്നുണ്ട്, ചില സമയത്ത് വെയിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞാൻ ഇവിടെ ഈ റിസോർട്ടിൽ വന്നത്. അങ്ങനെ ഈ റിസോർട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ സമയമായപ്പോഴാണ് ഒരു ഇടിവെട്ടി മഴ തുടങ്ങിയത്. ആഹാ, അടിപൊളി മഴ. ശരിക്കും പറഞ്ഞാൽ മഴത്തുള്ളികൾ വീഴുന്ന ഈ ശബ്ദം ഒരു മൈൻഡ് കാമിങ് എഫക്റ്റാണല്ലേ. എൻ്റെ വീഡിയോസ് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. വേറെ സ്ഥലങ്ങളിൽ പോയ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്.